കാപ്പിപ്പൊടി എടുക്കാൻ വേണ്ടിട്ട് പോയേക്കായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു കോഫിയാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് അല്ലെ. എന്ത് കോഫിയാണ് ഉണ്ടാക്കുന്നത്? ഡെൽഗാണോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 തരത്തിലുണ്ടല്ലേ. 2 തരത്തില് നമ്മള് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ 2 പേരായിട്ട് വരുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഇത് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കോഫിന്നല്ലേ. ട്രെൻഡ് ഇപ്പൊ ഈ സമയത്തല്ലേ. ഈ സമയത്തിന്റെ സ്പെഷ്യൽ എന്താ? കൊറോണ സമയമാണ്. അപ്പൊ നമ്മുടെ കൊറോണ കോഫി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ അത് റെഡി ആക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ വേണം എനിക്കറിയാം. എന്തൊക്കെ വേണ്ടേ? പഞ്ചസാര ആവശ്യമുണ്ട്, കാപ്പിപ്പൊടി ആവശ്യമുണ്ട്, പാലാവശ്യമുണ്ട്. കാപ്പിപ്പൊടി നമ്മൾ എടുത്തേക്കുന്നത് നെസ്കോഫി. പക്ഷെ നിനക്ക് ഏതാ കൂടുതൽ ഇഷ്ടം? എനിക്കും ബ്രൂ തന്നെയായിട്ട് ഇഷ്ടം. ഇത് ഞങ്ങള് സാധാരണ ബ്രൂ ആണ് വാങ്ങാറുള്ളത് അല്ലേ. പിന്നെ ഒരു പ്രാവശ്യം കടയിൽ പോയി കഴിയുമ്പോൾ ബ്രൂ കിട്ടിയില്ല. അപ്പൊ നമ്മുടെ നെസ്കോഫിനെ കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആകെ കൂടി 3 വട്ടം സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എടുക്കുന്നത് പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുക്കാം അല്ലെ. അത്യാവശ്യം നല്ലൊരു വലിയ ഗ്ലാസ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എടുക്കാം. ചെറിയ ഗ്ലാസ്സിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി അല്ലെ. നമുക്കത് റെഡിയൊക്കെ ആക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഉണ്ടാക്കുമ്പോ ശരിക്കും നമ്മളിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പം അല്ലെ. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ ആകുമ്പോൾ വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര പാടായിരിക്കും. കാരണം നമ്മുടെ ചേച്ചി അലീന ചേച്ചി 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് വളരെ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ കുറെ സമയം എടുത്തു അല്ലെ. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു പഞ്ചസാര ചേർക്കുമ്പോ നമ്മള് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണം അല്ലെ. അത് നല്ലതല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് സാധാരണ നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന പഞ്ചസാരയാണ് അല്ലെ. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോ നാട്ടിലെ പഞ്ചസാര കൂട്ടി വെച്ചിട്ട് വലിയ തരിയുള്ള പഞ്ചസാര. അപ്പൊ അങ്ങനത്തെ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. അപ്പൊ നമ്മള് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കും, 4 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുക്കും, പിന്നെ 4 ടേബിൾ സ്പൂൺ വെള്ളം. വെള്ളം വേണം. വെള്ളം, ചൂടുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ടാട്ടോ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ചോദ്യം മെയിൻ ആയിട്ട് വരും. നിനക്ക് എന്താ പറയാ ചോദിക്കാൻ? ബീറ്റർ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. കാരണം എല്ലാവരുടെ കയ്യിൽ ബീറ്റർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബീറ്റർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂലേ. അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു കാലത്തല്ലേ. അമ്മ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? കുപ്പിയിൽ വെച്ചു. കൊറേ നേരം അങ്ങനെ തന്നെ പോയി. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാ പോയത്? അവള് പറയില്ല. നീ പറയണേ പ്ലീസ്. അമ്മ കുപ്പിയിലേക്ക് ആക്കി പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കുപ്പിയിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഭയങ്കര ഫ്ലഫി ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ കുപ്പിയിലാക്കി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കുപ്പിയിലാക്കി സാധനങ്ങളൊക്കെ കയറ്റി വീട് മൊത്തം മമ്മി ഗോ കൊറോണ എന്ന് പറഞ്ഞ് കുലുക്കിക്കൊണ്ട് നടന്നു. പക്ഷെ അപ്പൊ അത് ശരിയായിട്ട് വന്നില്ല കേട്ടോ. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലഫി ആയിട്ട് വന്നില്ല. പക്ഷെ ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേപോലെ ക്രീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറെ നേരം ഇട്ടിട്ട് കുലുക്കി. ഞാൻ വിചാരിച്ചു വീട്ടിലിപ്പം എല്ലാവരും വെറുതെ ഇരിക്കാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുപ്പിയിൽ എടുത്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ അതൊരു കളി പോലെ കളിച്ചിട്ട് കുലുക്കി ലാസ്റ്റ് കുടിക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചു. ഗോ കൊറോണ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സംഗതി ഒന്നും ശരിയായിട്ട് വന്നൊന്നുമില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ബീറ്റർ വെച്ചിട്ട് ഉണ്ടാക്കണം. അത്രയ്ക്ക് ശരിയായിട്ട് കിട്ടില്ല. ഹാൻഡ് മിക്സർ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ അല്ല, മറ്റേ നമ്മള് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. പക്ഷെ അതാണ് ചിലപ്പോ ശരിയായിട്ട് വരും. പക്ഷെ അല്ലെങ്കിൽ ശരിക്കും വന്നോട്ടെ. ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ അത് കുറെ സമയം എടുക്കും. അപ്പൊ ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ബീറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടുള്ള മറ്റേ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഇതൊക്കെ കൂടി നിറയ്ക്കാം. എന്നിട്ട് നമ്മൾ ഗോ കൊറോണ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിറ്റോറ് നടക്കുക അല്ലെ. മമ്മി അത് ചെയ്യും. എല്ലാവരും അവിടെ നിന്നിട്ട് കുലുക്കിക്കോളാൻ അവള് പറയുന്നത്. പക്ഷെ അങ്ങനെ കുലുക്കിട്ടുണ്ടെങ്കിൽ ബോറടിക്കും. നമുക്കിപ്പോ ഏറ്റവും ദേഷ്യമുള്ള സാധനമാണ് നമ്മുടെ കൊറോണ അല്ലെ. അപ്പൊ മമ്മി ശരിക്കും ഇങ്ങനെ കുലുക്കിയപ്പോ ഭയങ്കര സ്പീഡായിരുന്നു അല്ലെ. നമുക്ക് ഗോ കൊറോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയില്ല. അപ്പൊ നമ്മള് ഗോ കൊറോണ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം ഞാൻ അവിടെ കിടന്നിട്ട് കുലുക്കി പിന്നീട് മേത്തെ കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് കൊണ്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എന്തായിരുന്നാലും നമ്മള് സമയം കളയുന്നില്ല അല്ലെ. ആൾക്കാർക്ക് ബോറടിക്കല്ലേ. ഓക്കെ. അപ്പൊ നമ്മളിനി അതിന്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട്
ഒരു ബൗൾ എടുക്കട്ടെ. തട്ടിപ്പറിച്ചിട്ടുണ്ടല്ലേ എനിക്ക് കൂടി. ഓക്കെ, നീ എടുക്കാതെ. അപ്പൊ നമുക്ക് ഈ മിക്സിങ് റെഡിയാക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാപ്പിപ്പൊടി ഇടാം അല്ലെ. പക്ഷെ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോ സാധാരണ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ. കാപ്പിപ്പൊടി വെച്ചിട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ ഇൻസ്റ്റന്റ് കോഫി അല്ലാണ്ട് മറ്റേ നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കട്ടൻ കാപ്പി കുടിക്കില്ലേ നമ്മള്, ആ കാപ്പി പൊടിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കില്ല. അത് സാധാരണ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കാപ്പിക്കുരു പൊടിച്ചിട്ട് എടുക്കണത്. ഇതിനകത്ത് പിന്നെ അവർ വേറെ എന്തൊക്കെയാ ചേർത്തിട്ട് ഇങ്ങനത്തെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എടുക്കുമ്പോ നെസ്കോഫി അല്ലെങ്കിൽ ബ്രൂ കോഫി തന്നെ എടുക്കണം. നീ മറ്റേ കാപ്പി പൊടി കണ്ടിട്ടില്ല അല്ലേ? ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ 4 ടേബിൾ സ്പൂൺ നെസ്കോഫിയാണ് എടുക്കാൻ വേണ്ടിട്ട് പോണത്. ഒരു ബൗളിലേക്ക് ഇടാം അല്ലേ. എങ്ങാനും ബാക്കി ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം അല്ലേ. 3 4 ഇപ്പൊ നോക്കി. അപ്പൊ നമ്മള് 4 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? പഞ്ചസാര. പഞ്ചസാര എടുക്കുമ്പോ വലിയ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട്. അപ്പോ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര പൊട്ട് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ ഇപ്പൊ കൊറോണ കോഫിയാണല്ലോ. ഗോ കൊറോണ ഗോ കൊറോണ ഗോ കൊറോണ പറയണം. അതിന് കൊറോണ മുടത്തുനിന്ന് പോകുള്ളൂ. ഓക്കെ, ഇനി കാപ്പിപ്പൊടി ഇട്ടു, പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് വേറെ എന്ത് ഇടണം? ചൂടുള്ള എടുത്തിട്ടുണ്ട്. അമ്മ ഇവിടെ ചൂടാക്കി വെച്ചിട്ട് പാത്രത്തിന് ചൂടുണ്ട്. അമ്മ ഒഴിക്കാം. 4 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ 1 2 3 4 ടേബിൾ സ്പൂൺ. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മള് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോണ്. നമ്മുടെ ബീറ്റർ റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോണ്. ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുൾ സ്പീഡിലേക്ക് പോകണം അല്ലേ. അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് വെറും 2 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ല ഫ്ലഫി ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെ നോക്കി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ. നല്ല തിക്കായിട്ട് വരണം. ഇപ്പൊ നമ്മള് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ. ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഒട്ടും സമയമൊന്നും എടുത്തൊന്നുമില്ല. വെറും ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തു. ടോട്ടല് നമ്മളൊരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നോക്കിക്കേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നീന. ഇത് നമുക്ക് ഐസ്ക്രീം പോലെയാണ് കോരി കഴിച്ചാലോ. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കണം അല്ലേ. ഈ മിക്സിങ് ഇട്ടിട്ട് കോഫിയുടെ ഐസ്ക്രീം അല്ലേ. അടിപൊളിയായിരിക്കും അല്ലേ. അതാ അപ്പം നമ്മുടെ ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് അങ്ങോട്ട് നീക്കി വയ്ക്കാം. നമുക്ക് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ പാലൊക്കെ ഒഴിക്കണമല്ലോ. അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസും കട്ട ഇട്ടേ, ഐസും കട്ട പോട്ടെ. ഇനി അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാല് ഒഴിക്കാം. അത് നമ്മൾ എങ്ങനത്തെ പാലാണ് കുടിക്കാൻ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചി പാല, കാച്ചാത്ത പാല, എങ്ങനത്തെ പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് ഗ്ലാസ് ഒഴിക്കണ്ട കേട്ടോ. പാല് പോട്ടേ. ഇത് മതിയല്ലേ, ഇത്ര മതി. ഇനി നീന പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സംഗതി നമുക്ക് ഇടാം അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സാധനം വന്നിട്ടുണ്ട്. ആരായിട്ടുണ്ട്? നീ ഇടോ? ഓക്കെ, നീന ഇടാന്ന് പറഞ്ഞത്. ഭംഗിയിലിടണോട്ടാ. കളഞ്ഞു. വേണ്ട, നീ ചെയ്തോ, കുഴപ്പമില്ല. നീ അങ്ങനെയല്ല മോളൂ, അത് നീ തൊട്ടോ. അല്ല, അങ്ങനെ പിടിച്ചോ, പിടിച്ചിട്ട്. ഓക്കെ, ഒരു മൈദലൊക്കെ എടുക്കുക. അതിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ എപ്പോഴും ഇടും. ഇളക്കരുത്, ഗ്ലാസിന്റെ മുകളിൽ നിൽക്കണം കേട്ടോ.
ഞാൻ വേണം. അമ്മ വയ്ക്കുന്ന ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സൈഡിലൊരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് ലെവലിൽ കിട്ടും. നീന നമ്മുടെ എന്ത് റെഡി ആയിട്ടുണ്ട്? ഡൽഗാണോ കോഫി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഉപ്പും കൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ടേസ്റ്റുണ്ടാവും അല്ലേ? നീനയ്ക്ക് ഉപ്പ് വയ്ക്കണമായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴും ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് സോൾട്ടഡ് കാരാമൽ കോഫിയുടെ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ശരിക്കും. പക്ഷേ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് നമ്മളിത് ബീറ്റ് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ഇടാം. കുറച്ച് ഉപ്പിടാം, ഒരുപാടല്ല, ഒരു ചെറിയൊരു പേരിന് ഉപ്പിടാം. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽഗാണോ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ കഴിക്കുക? ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, പക്ഷെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യരുത് അല്ലേ? കുറച്ച് ഇത് മുകളിൽ നിന്ന് തിക്കായിട്ട് നിൽക്കണം. പിന്നെ കുറച്ച് നമ്മുടെ ഈ പാലിന്റെ കൂടെ നമ്മൾ മിക്സ് ആയിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പാല് കഴിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഇത് മുകളിൽ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യുക, കുറച്ച് മാത്രം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഫ്ലഫി ആക്കിയിട്ട് വെക്കുക, എന്നിട്ട് കുടിക്കുക അല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫീഡ്ബാക്ക് പറയണം അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് പോവാം അല്ലേ? എനിക്ക് ക്ലാസ് ഉണ്ടെന്ന്. ഇവർക്ക് സ്കൂളിൽ ഇല്ലെങ്കിലും ഓൺലൈൻ വഴി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൾ ക്ലാസ്സിന് പോകണം അല്ലേ? ക്ലാസ്സും ഉണ്ട്, പിന്നെ ഹോംവർക്കുകളെ കൊടുക്കുന്നുണ്ട് അല്ലേ? ക്ലാസ് ഇല്ലാന്ന് വെച്ചിട്ട് പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാവരും നടക്കുന്നുണ്ട് അല്ലേ? ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി. ബൈ പറയണ്ടേ നമുക്ക്? അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളൊന്നും പുറത്തേക്കൊന്നും പോണില്ല അല്ലേ? നമ്മളും വീടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിപ്പ്. പിന്നെ നല്ല വെതറൊക്കെയാന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഈ കോഫി ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ നല്ല തണുപ്പ്. പിന്നെ അകത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് ചെയ്യാം അല്ലേ? പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ പറമ്പിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോട്ടെ. നിങ്ങൾ ഓട്ടിപ്പോയിട്ട് വേഗം സംഗീതം റെഡി ആക്കിക്കോട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ.